കട്ടപ്പന നഗരസഭയ്ക്ക് അപമാനമായി ചോർന്നൊലിച്ച ടൗൺഹാൾ കെട്ടിടം 3.5 പതിറ്റാണ്ടിന്റെ കാലപ്പഴക്കത്താൽ അതീവ ശോചനീയാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു പണിയണമെന്ന ആവശ്യം ശക്തമായി. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് കട്ടപ്പനയിലെ സ്വകാര്യ ഹാൾ ഉടമകളെ സഹായിക്കാനുള്ള നീക്കമാണ് ടൗൺഹാളിനെ അവഗണിക്കുന്നതിലൂടെ നഗരസഭ ചെയ്യുന്നതെന്നും CPM ആരോപിച്ചു. 3.5 പതിറ്റാണ്ട് മുൻപ് കൃത്യമായി പറഞ്ഞാൽ 1988 ഏപ്രിൽ 9-ന് KJ മാത്യു മെമ്മോറിയൽ ടൗൺഹാൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അത് കട്ടപ്പന പഞ്ചായത്തിന്റെ അഭിമാന തിലകക്കുറിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കട്ടപ്പനയിലെ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെ നിരവധി പരിപാടികൾക്കും നിരവധി വിവാഹങ്ങൾക്കും ടൗൺഹാൾ വേദിയായി. എന്നാൽ കാലപ്പഴക്കത്താൽ കെട്ടിടത്തിന്റെ മാറ്റു കുറഞ്ഞപ്പോഴും പൊതുപരിപാടികൾക്ക് മറ്റിടം ഇല്ലാത്തതിനാൽ 2 തവണ കെട്ടിടം പഞ്ചായത്തും പിന്നീട് നഗരസഭയും പുതുക്കി പണിതു. എന്നാൽ ഇപ്പോൾ മഴ പെയ്താൽ ചോർന്നൊലിച്ച് ഭിത്തി വിണ്ടുകീറി മേൽക്കൂരയുടെ സീലിംഗ് പൊളിഞ്ഞ് തറ ഇടിഞ്ഞു പൊളിഞ്ഞ് ടോയ്ലറ്റ് സംവിധാനം അപ്പാടെ തകർന്ന് നാശോന്മുഖമായിരിക്കുകയാണ് ഈ കെട്ടിടം. അതേസമയം കട്ടപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ പല സ്വകാര്യ ഹാളുകളും വിപുലമായ സൗകര്യത്തോടെ തല ഉയർത്തിയെത്തിയതോടെ ഈ ടൗൺഹാളിനെ നഗരസഭ കൈവിട്ട സ്ഥിതിയിലായി. പൂർണ്ണമായും നാശത്തിന്റെ വക്കിലെത്തിയ കെട്ടിടം പൊളിച്ച് സൗകര്യപൂർണമായ കെട്ടിട സമുച്ചയം നിർമ്മിക്കണമെന്നും സ്വകാര്യ ഹാൾ ഉടമകളെ സഹായിക്കുവാനാണ് നഗരസഭ ടൗൺഹാളിനെ അവഗണിക്കുന്നതെന്നും CPM ആരോപിച്ചു. കട്ടപ്പന ടൗൺഹാളിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പരയ്ക്ക് തത്തുല്യമായി നിൽക്കുകയാണ്. ഇപ്പോൾ കട്ടപ്പനയിൽ തന്നെ സ്വകാര്യ ഫംഗ്ഷനുകൾ നടത്തുന്ന സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഫംഗ്ഷനുകൾ നടക്കുന്ന സ്ഥലത്ത് 1 ലക്ഷവും 1.5 ലക്ഷം രൂപയും മേടിക്കുമ്പോൾ സാധാരണക്കാരന് ഒരു വിവാഹം പോലുള്ള ചടങ്ങുകൾ പോലും നടത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 തവണ പുതുക്കിപ്പണിത ഈ കട്ടപ്പന ടൗൺഹാൾ വീണ്ടും പുതുക്കാൻ വേണ്ടി 70 ലക്ഷം രൂപ വെച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. കട്ടപ്പനയുടെ ആവശ്യത്തിന് തത്തുല്യമായ രൂപത്തിൽ അടിത്തറയിൽ പാർക്കിങ്ങോട് കൂടി മനോഹരമായി പണിയുവാൻ കഴിയുന്ന ഒരു ടൗൺഹാൾ ഇപ്പോൾ വീണ്ടും പുതുക്കി പണിത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നഗരസഭയും അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ CPM-ന്റെ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ നിലപാടുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ നേരിടുവാൻ തന്നെയാണ് CPM-ന്റെ ഏരിയ കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. കട്ടപ്പന നഗരസഭയ്ക്ക് വിശാലമായ സൗകര്യത്തോടെ കെട്ടിട സമുച്ചയമുണ്ടായാൽ അത് നാട്ടിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് വിവാഹ ആവശ്യങ്ങൾക്കുൾപ്പെടെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത് സൗകര്യപ്രദമാകും. ഇപ്പോൾ ടൗണിലെയും സമീപ പ്രദേശങ്ങളിലെയും പല ഹാളുകൾക്കും 50,000 രൂപയ്ക്ക് മുകളിലാണ് ചാർജ് വരുന്നത്. ഇത് വലിയ ബാധ്യതയാണ് ഇടത്തരക്കാർക്ക് ഉണ്ടാക്കുന്നത്. എന്നാൽ ടൗൺഹാളിന്റെ നവീകരണത്തിന് 47 ലക്ഷം രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തി DPC അംഗീകാരം ലഭിച്ചതായും ബാക്കി തുക ഓൺ ഫണ്ടിൽ നിന്ന് കണ്ടെത്തുമെന്നും ടോയ്ലറ്റ് പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുവാൻ 24 ലക്ഷം രൂപ വകയിരുത്തിയെന്നും ഇത്തരത്തിൽ കെട്ടിടം നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുമാണ് നഗരസഭയുടെ വിശദീകരണം. എന്തുതന്നെയായാലും കാലപ്പഴക്കത്താൽ ശോചനീയാവസ്ഥയിലായ കെട്ടിടം ഇടിഞ്ഞ് അപകടമുണ്ടാക്കാൻ ഇട നൽകാതെ പൊളിച്ചു നിർമ്മിച്ചാൽ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്രദമാകുമെന്ന് മാത്രമല്ല നഗരസഭയ്ക്ക് മികച്ചൊരു വരുമാന മാർഗം കൂടി ലഭിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.